ഈ ഇടപാട് നമുക്ക് പറ്റില്ല. അന്തസ്സുള്ള തറവാട്ടുകാരാ ഞങ്ങള്. ഞങ്ങളുടെ വംശത്തിലൊരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല. ഇതാ നിൽക്കുന്ന നിങ്ങളുടെ മോള്. എന്നാ വിടാ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി. അതല്ല ഇനി വിട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല. രമണ, നീ ഒന്ന് സമാധാനിക്കേ. അവൻ വന്നിട്ട് ഞങ്ങളൊന്ന് ചോദിച്ചു. എന്നതേ ഇവിടാ ഒരു ഇടി ഇടിച്ചത്. ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല. എന്തിനാ നിങ്ങളെ തല്ലിയതെന്ന് പറ. കേടിപ്പടം പിരിച്ചതിന്റെ കണക്ക് കുറച്ച് തല്ലുകൂടി ഇപ്പൊ പിടിച്ചു മാറ്റാൻ ചെന്നതാ. എനിക്കതിന്റെ വല്ല ആവശ്യമുണ്ടോ? രമണം പോകുന്നെങ്കിൽ പോയി ഇരുട്ടുന്നതിന് മുമ്പ് എത്താം. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. വേണ്ട. അല്ല ഞാൻ വേണ്ട. അമ്മ ഞാൻ പോട്ടെ. ഞാൻ പോവും. ആ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാം. എന്ത് നുണയാണെന്ന് ഈശ്വരൻ അറിയാം. എന്തോ സത്യമുണ്ട്. വന്നപ്പോ മുണ്ടിലൊക്കെ ചെളിയായിരുന്നച്ചാ. എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല. നോക്ക് നിന്റെ മോൻ. ആരെ കൊന്നിട്ടാ നീ വരണത്? കൊന്നില്ല, ഞാൻ ഒരാളെ അടിച്ചു, ഹൈദ്രോസിനെ. എന്റെ പേര് പറഞ്ഞ് കാശ് പിടിച്ചിട്ടാ. പിന്നെ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവന് കാശ് പിരിക്കാൻ. ഇവരെയൊക്കെ തല്ലാനും നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ. നീ രമണേട്ടനെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അടിക്കും. എന്ത് വിവരമില്ലായ്മയാ സേതു നീ കാട്ടിക്കൂട്ടണേ. ഞങ്ങളെയൊക്കെ കൊന്നിട്ട് നീ എന്താച്ചാ ചെയ്തു? തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ലിത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്. അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാ മതി. സേതു, മോനെ, എന്താ ഇത്? എന്ത് വിചാരിച്ചാ നീ? അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. എന്ത് വേഷമാടാ അത്? കഴുകി മടുത്തതാ, മുഴുവൻ ചെളിയായിരുന്നു. എന്താണ് നിന്റെ പരിപാടി? നീ വീട്ടിലേക്ക് തന്നെ പോണം. ഇന്ന് രാത്രി അച്ഛൻ ഉറങ്ങില്ല. എന്നെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കും. കണ്ടാൽ മാപ്പ് പറഞ്ഞു വിളിക്കും. അതിനു മുമ്പ് എനിക്ക് മടങ്ങി വീട്ടിലെത്തണം. പാവം എൻ്റെ അച്ഛൻ തോൽക്കരുത്. തോറ്റ് മടങ്ങി ചെല്ലുന്നത് ഞാനാകണം. മനസ്സിന് മരവിപ്പ് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. മരവിപ്പല്ല, ഒരുതരം കരുത്ത്. അല്ലെങ്കിൽ ഹൈദ്രോസിനോട് ചോദിക്കാൻ കഴിയുമായിരുന്നു. ദേവിയെ കാണുന്നില്ലേ? ഇല്ല, അവള് പറയുന്നതെല്ലാം അനുസരിച്ചടക്കുന്ന സ്കൂൾ കുട്ടിയാണ് ഞാനെന്ന ധാരണ തിരുത്തണ്ട. ദീപം ദീപം അച്ഛൻ കണ്ടോ സേതുവേട്ടനെ? ഇല്ല. വന്നു പറയണ കേട്ടു. എനിക്ക് വിശ്വാസം വരുന്നില്ല. വന്നാ ഇവിടെ വരാതെ പോവോ? വല്ല തല്ലും വഴക്കുണ്ടാക്കിട്ട് വന്നതാണോ? അമ്മ അവിടെ കുത്തിരി നാമം ചെല്ലണ്ടോ? കൃഷ്ണമാവാ, എന്താ രമണ? എന്തേ? ഞാൻ ജീവനും കൊണ്ടെങ്കി പോകുന്നു. അന്തസ്സുള്ളവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. എനിക്ക് വേണേ 2-3 മാസം ഇവിടെ വന്ന് താമസിക്കാം. കൃഷ്ണമാവനത് സന്തോഷമേ ആവുള്ളൂ എന്ന് എനിക്കറിയാം. സ്വന്തം വീടല്ലേ, ആപത്ത് വന്നാ കൂടെ നിൽക്കണ്ടേ എന്ന് കരുതി നിന്നതാ. നിർത്തി. ഇനി എങ്ങനെ വേണേ ആയിക്കോട്ടെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയണ രമണ. ഞാനൊരു കൊലക്കേസിൽ പ്രതിയാവേണ്ടി വന്നേനെ. സേതു ഇന്ന് ഒരു റൗഡിയെ തല്ലി കൊല്ലാറാക്കി. പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെയും തല്ലി. എന്നിട്ട് ഇവനിത് എന്ത് പറ്റി എന്റെ ഈശ്വര? കേടിപ്പണം പിരിച്ചതിന്റെ തർക്കമാണ്. ഒരാഴ്ച മുമ്പ് ബാറി തല്ലുണ്ടാക്കി. ഇങ്ങനെ പോയ ആയുസില്ല കേട്ടോ വിഷമാവാ. ദേ, ഈ ചട്ടമ്പിയായിട്ട് നടക്കുന്നവൻ എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല.
നീ വെറുതെ കാള പറ്റുമെന്ന് കേട്ട് കയറെടുക്കണ്ട. അവനെ എനിക്കറിയാം. ഞാനിത് വിശ്വസിക്കില്ല. അവനാന്നോടി? ആരെയും കാണുന്നില്ല. നിങ്ങൾ ഉറങ്ങിയില്ലേ? ഉവ്വ, ഇപ്പൊ വന്നതാ. നിനക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം. വേണ്ട, നേരെ ഒരുപാട് രാത്രിയായി. ഇനി ഇപ്പൊ എവിടെ പോയി നോക്കാനാ? എവിടെയെങ്കിലും പോയി നോക്കാം. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയില്ലേ. ഞാൻ സംസാരിച്ച് വിരോധം ഉണ്ടാകണ്ട. നിങ്ങൾ അമ്മയും മകനും തമ്മിൽ അയക്കും. എപ്പോഴാ വന്നത് നീ? കുറച്ചേരായി. വിളിക്കാറുന്നില്ലേ നിനക്ക്? വാ, വന്നൂണ് കഴിച്ചു കിടക്ക. വേണ്ട, എനിക്ക് വിശപ്പില്ല. ആ പരമേശ്വരൻ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നല്ലത്. എന്താണ് പരിപാടി എന്ന് അറിയുന്നവരെ അവന്റെ കണ്ണിൽ പെടണ്ട. എവിടെയാ ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല, ആരും സംശയിക്കാതെ ഞാൻ എത്തിച്ചോളാം. കുഴപ്പമുണ്ട്. സേതുവിന് വേണ്ടി നിങ്ങളാരും നശിക്കണ്ട. അറിയിച്ചതിന് നന്ദി. വയ്ക്കോ. അല്ല സേതു, മുത്തശ്ശിയുടെ സമ്മാനം. ഇപ്പൊ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. വേണ്ട ഏട്ടാ, അത് കളഞ്ഞേക്ക്. അതൊക്കെ മനഃപൂർവ്വം ചേട്ടൻ ആരെയും വേദനിപ്പിക്കില്ല. ജീവൻ രക്ഷിക്കാൻ ഇതിന് വേണം. ഇതൊക്കെ പറഞ്ഞ് അച്ഛനെ അമ്മയെ നീ ഭയപ്പെടുത്തരുത്. ആര് വന്ന് ചോദിച്ചാലും ഏട്ടനോടില്ല, ഇപ്പൊ വീട്ടിൽ വരാറില്ല എന്ന് പറഞ്ഞാൽ മതി. നീ വിഷമിക്കണ്ട. അമ്മേ, അമ്മുകുട്ടി, നമ്മൾ രക്ഷപ്പെട്ടടി. എന്താ? SI സെലക്ഷന്റെ ലിസ്റ്റ് വന്നു. സേതുവിന് 2nd റാങ്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവല്ലോ. നിനക്കുള്ളത് ഇന്റർവ്യൂ കാടാ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. ചെക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവനെവിടെയാ പോയെ? ഇതൊന്ന് പറയാൻ.
രക്ഷപ്പെട്ടു പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ. എനിക്ക് ജീവിക്കണം. ആരും കാണാതെ അതിനകത്ത് കിടന്ന് ചത്തുപോകാണ്ടിരിക്കാനാ. അച്ഛനാരെ, നിങ്ങൾ വിഷമിക്കണ്ട. SI ചെന്ന് വിളിച്ചപ്പോ മറുത്തൊരു അക്ഷരം പറയാതെ അവൻ കൂടെ പോന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അവനെ തൊട്ടിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതല്ലേ. ആ പരമേശ്വരന്റെ 2 കൈന്റെ എല്ലാം എടുത്ത് കളയേണ്ടി വന്നു. ഒരു കണക്കിന് നന്നായി. അക്കൈ കൊണ്ട് ഇനി അവനൊന്നും ചെയ്യില്ലല്ലോ. അച്ഛനാരെ, എന്ത് ഭ്രാന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ലോകപ്പേടം ചത്തുപോയ ഞാനാ സമാനം പറയണ്ടേ? ഇവനെ കൊന്നുകളഞ്ഞേരി സാറേ. എനിക്കിനി അവന് വേണ്ട. എന്റെ മോനെ കണ്ടോ? കണ്ടു. നാളെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യത്തിൽ ഇറക്കണം. അവനെ ശിക്ഷിക്കുമോ? അച്ചു, എപ്പോ വന്നു? സന്ധ്യയായി. അച്ചു വന്നിട്ട് പോകാമെന്ന് കരുതി. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വരൂ. വീട്ടിൽ ഭാരതിയും അവളുടെ ബന്ധുക്കളും ഒക്കെ വളരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ വിവാഹം ഉടനെ നടത്തണമെന്നും പറഞ്ഞു. ഞാനും അത് ആലോചിക്കുകയല്ല. വിവാഹം കഴിക്കുമ്പോൾ അവനൊരു ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ സെലക്ഷനായി. നിയമനവും അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന അതല്ല. ഭാരതിയുടെ വകയിൽ ഒരു ആങ്ങളയുടെ മകൻ ദുബായിലുണ്ടല്ലോ, ശിവശങ്കരൻ, കൊരട്ടിയിൽ മടത്തിപ്പറമ്പില്. അയാളുടെ ഒരു ആലോചന ഇങ്ങനെ മുറുകി നിൽക്കുക. എനിക്കൊട്ടും മനസ്സിലായിരുന്നു. ഇവിടെ വന്ന് അറിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോ. ശരിയാണ് കൃഷ്ണേട്ട. സേതു
ഇനി അവനെ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അവൻ നമുക്ക് നഷ്ടപ്പെട്ടു. കൃഷ്ണേട്ടന് വാക്കൊടുത്തു. അച്ചു, നിനക്ക് എന്നോട് വിഷമം തോന്നരുത്. ഏയ്, ഒരിക്കലും ഇല്ല. ദേവിയുടെ സ്ഥാനത്ത് എന്റെ ലതയാണെങ്കിൽ ഞാനും ഇങ്ങനൊരു തീരുമാനം എടുക്കും. ഒന്ന് ആലോചിക്കാൻ പോലും വന്നു വരില്ല. ദേവി മോള് സുഖമായിരിക്കട്ടെ. അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല. സേതു അവളെ വേണ്ടെന്ന് പറഞ്ഞാലും അവൾ ഉപേക്ഷിക്കില്ലെന്നാ പറയുന്നത്. ജാമ്യം കിട്ടിയിട്ട് സേതു നേരിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞാലും. കുട്ടിയായിരിക്കുമ്പോൾ കുസൃതി കാണിച്ച കൃഷ്ണേട്ടൻ തല്ലാൻ വടിയെടുപ്പിക്കും. അവനെ കൊണ്ട് തന്നെയായിരുന്നു. അതുപോലെ ഇത് വേണോ കൃഷ്ണേട്ട? സഹിക്കാൻ പറ്റണ്ട. എനിക്കറിയാം അച്ഛൻ. അച്ഛൻ പൊയ്ക്കോ. അമ്മയോട് വിഷമിക്കരുതെന്ന് പറയണം. ദേവിയുടെ കല്യാണാണ്. കൃഷ്ണമാവൻ വന്നിരുന്നു. നീ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. സ്കൂളാണ്, മറ്റേ അധ്യാപകരുണ്ട്. കരയരുത്. ഇന്ന് ജാമ്യത്തിലിറങ്ങി. നിശ്ചയം കഴിഞ്ഞു. കരയരുത്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറല്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. അല്ലെങ്കിൽ നീ എനിക്കൊരു ബാധ്യതയാവും. ബാധ്യതയോ? അതെ, ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. അതിനിടയിൽ ദേവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് നീ എൻ്റെ മനസ്സിലില്ല. സേതുട്ടാ, നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം അല്ലേ?
എന്നെ ഇനി ഓർക്കരുത്. ഭയപ്പെടണ്ട. വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത്. യാത്ര പറഞ്ഞ് പിരിയാൻ. അവളെ ആശ്വസിപ്പിക്കണം. നല്ലതേ വരൂ എല്ലാവർക്കും.